പപ്സിന്റെ ഫാമിലിയിൽ പെടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പപ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പക്ഷെ ഓവൻ ഒന്നും ഇല്ലാതെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല ഇതൊക്കെ ആഡ് ചെയ്തിട്ട്, ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാമേ. അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഇടണം. പെപ്പർ ഉപ്പും ഇട്ടാണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ച് വെച്ചേക്കുന്നത്. 2 തക്കാളിയും മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് ബട്ടർ കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുവാണ്. നല്ലോണം മിക്സ് ചെയ്ത് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയതിന് ശേഷം മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം കുഴച്ച ആ ഡോയെ ഇതേപോലെ നല്ലോണം പരത്തി എടുക്കണം. ആ പരത്തി എടുക്കുന്ന മൈദമാവ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് നല്ലോണം പരത്തി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇതേപോലെ തന്നെ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ആദ്യത്തെ ഒരു ലെയർ നമ്മളിങ്ങനെ മടക്കി പരത്താന്ന് പറയും. ഇങ്ങനെ ബട്ടർ ആഡ് ചെയ്തിട്ട് ഇനി ഒന്നുകൂടി ഇത് മടക്കണം. അങ്ങനെ മടക്കിയിട്ട് ഇത് വീണ്ടും പൊടിയിലിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ പരത്തി കൊടുക്കും. അങ്ങനെ പരത്തി വരുമ്പം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ല ലേയേഴ്സ് ഫോം ചെയ്യും. അതിനെ നല്ലോണം ക്രിസ്പി ആക്കാനും നല്ലോണം വേകാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇതുപോലെ ബട്ടറും പൊടിയും ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് വേണ്ട സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫില്ലിങ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഫില്ലിങ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് മടക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് ഇത് വേകാനും ക്രിസ്പി ആവാനും എളുപ്പം. അങ്ങനെ ഇത് മടക്കിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരുവം. ഈ മടക്കി വെച്ചത് നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അതാണ് ഇതിന്റെ അടുത്ത പ്രൊസീജിയർ. ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. നമുക്ക് സൺഫ്ലവർ ഓയിലോ എന്ത് റിഫൈൻഡ് ഓയിൽസോ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതിങ്ങനെ നല്ലോണം മൊരിഞ്ഞു വരും. അതിന്റെ കളർ ഇങ്ങനെ മാറി വരും. നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്കിത് കിട്ടും. അങ്ങനെ ഇത് എടുത്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അത് നല്ലോണം നല്ല ഫ്രൈ ആയി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും. നമുക്ക് പ്രസന്റേഷന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി.